ഹായ് ഫ്രണ്ട്സ്, സൂപ്പർ 20യുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് LDC മുതൽ ഡിഗ്രി ലെവൽ പരീക്ഷ വരെയുള്ള പരീക്ഷകളിൽ ഉറപ്പായിട്ടും 1-2 മാർക്കിന് ചോദിക്കുന്ന സുപ്രധാന നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമമായ വിവരാവകാശ നിയമത്തെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യം എന്താണ് വിവരാവകാശ നിയമം, അല്ലെങ്കിൽ എന്താണ് നിയമത്തിൻ്റെ ലക്ഷ്യമെന്ന് നോക്കാം. ഗവൺമെൻറ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതു അധികാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്കറിയാനുള്ള അവകാശം തരുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് അഴിമതി ഇല്ലാതാക്കുക, ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കുക. ഇതൊക്കെയാണ് ഈ നിയമത്തിൻ്റെ പ്രധാന ലക്ഷ്യം. നമുക്ക് നിയമത്തിലോട്ട് പോകാം. വിവരാവകാശ നിയമം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലോട്ട് വരാനുള്ള വർഷം 2005 ആണ്. 2005 വിവരാവകാശ നിയമം നിലവിൽ വരുന്നത്. ഏതൊരു നിയമം പഠിച്ചാലും നമ്മൾ ആദ്യം അതിൻ്റെ ഡേറ്റുകളൊക്കെ നോക്കണം. ലോകസഭ പാസ്സാക്കിയതും രാജ്യസഭ പാസ്സാക്കിയതും അടക്കമുള്ള എല്ലാ ഡേറ്റും നമ്മൾ പഠിക്കണം. അപ്പോൾ വിവരാവകാശ നിയമം ആദ്യം പാസ്സാക്കുന്നത് ലോകസഭയാണ്. 2005 മെയ് 11 ലോകസഭ പാസ്സാക്കുന്നത്. അത് കഴിഞ്ഞ് രാജ്യസഭ പാസ്സാക്കുന്നത് 2005 മെയ് 12 രാഷ്ട്രപതി ഒപ്പുവെക്കുന്നത് 2005 ജൂൺ 15 ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നത് 2005 ജൂൺ 21. നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 അതുപോലെ തന്നെ ഈ രാഷ്ട്രപതി ഒപ്പുവെക്കുന്ന ഡേറ്റ് മുമ്പ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഡേറ്റും പഠിക്കണം. 2005 മെയ് 11, മെയ് 12, ജൂൺ 15, ജൂൺ 21, ഒക്ടോബർ 12. ലോകസഭ, രാജ്യസഭ, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു, ഗസറ്റ് പബ്ലിഷ് ചെയ്യുന്നു, നിയമം നിലവിൽ വരുന്നു. വിവരാവകാശ നിയമം പാസ്സാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമം പാസ്സാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ട്. അതാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. 2002 നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന ഒരു നിയമമാണ്. ഇതേ ഉദ്ദേശത്തോടുകൂടി വിവരാവകാശ നിയമത്തിന്റെ അതേ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് നിലവിൽ വന്ന ഒരു നിയമമാണ്. ആ നിയമം പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ നിലവിൽ വന്നിട്ടില്ല. എന്നാലും വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന നിയമമാണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002. ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയെക്കുറിച്ച് ഓർക്കണം. സംഘടനയുടെ പേരാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. രാജസ്ഥാൻ ആസ്ഥാനമായ ഒരു രൂപം കൊണ്ട ഒരു സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇന്ത്യയിൽ വിവരാവകാശ നിയമവും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയും എല്ലാം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. ഇതിന്റെ സ്ഥാപകർ ഓർക്കണം. 3 പേരുണ്ട്. പ്രധാനപ്പെട്ട സ്ഥാപക അരുണ റോയി ആണ്. അരുണ റോയി കൂടാതെ വേറെ 2 പേരൂടെ നമ്മൾ ഓർത്തു വെക്കണം. അതാണ് നിഖിൽ ഡേയും ശങ്കർ സിംഗ്. മുമ്പൊരിക്കൽ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അരുണ റോയി, നിഖിൽ ഡേ, ശങ്കർ സിംഗ് ഇവരാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാർ. ഇനി ലോകത്തിൽ ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ സ്വീഡനാണ്. 1766 സ്വീഡനിൽ വിവരാവകാശ നിയമം നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞു വിവരാവകാശ നിയമം പാസ്സാക്കിയ 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. വിവരാവകാശ നിയമം നിലവിൽ വന്ന ലോകത്തിലെ ആദ്യത്തെ രാജ്യം സ്വീഡനാണ്. വർഷം 1766. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. 2ാമത്തെ സംസ്ഥാനം ഗോവയാണ്. അപ്പം 2 ഓർക്കണം. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പാസ്സാക്കിയ സംസ്ഥാനം തമിഴ്നാട്, 2ാമത്തെ സംസ്ഥാനം ഗോവ. തമിഴ്നാടും ഗോവയും പാസ്സാക്കുന്നത് 1997 ആദ്യം പാസ്സാക്കുന്നത് തമിഴ്നാടാണ്. ഇനി നോക്കിക്കേ, 2005 വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ രാജസ്ഥാനാണ്. മുമ്പ് PSC രാജസ്ഥാനും തമിഴ്നാടും ആൻസർ വരുന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രാദേശികമായിട്ട് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസ്സാക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. 2005 പാർലമെന്റ് പാസ്സാക്കിയ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് രാജസ്ഥാൻ. അപ്പോൾ 2 ഓർക്കണം. ഇനി ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയ ആളിന്റെ പേരൂടെ നമ്മളൊന്ന് ഓർക്കണം. ആ പേരാണ് ഷഹീദ് റാസ ബർണായി. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയതാണ് ഷഹീദ് റാസ ബർണായി. പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അപേക്ഷ നൽകിയത്. ഇനി നമ്മുടെ വിവരാവകാശ നിയമത്തിന് ഒരു വിശേഷണമുണ്ട്. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ്. നമ്മൾ ആദ്യം തന്നെ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞു ഉത്തരവാദിത്ത ബോധം, സുതാര്യത, ഇതൊക്കെ ഉറപ്പുവരുത്തുന്നതാണ് നിയമത്തിന്റെ ലക്ഷ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിയമം എന്തെന്നറിയപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്ത് നമ്മൾ ഏതൊരു നിയമം പഠിച്ചാലും നിയമത്തിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വിവരാവകാശ നിയമത്തിന് 6 അധ്യായങ്ങളിലായി 31 വകുപ്പുകളാണുള്ളത്. അപ്പം അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓർക്കണം, വിവരാവകാശ നിയമത്തിന് 6 അധ്യായങ്ങളിലായിട്ട് 31 വകുപ്പുകളുണ്ട്. അതുപോലെ 2 പട്ടികകളും ഉണ്ട് കേട്ടോ. അതുകൂടെ ഓർക്കണം, 2 ഷെഡ്യൂളുകളും ഉണ്ട്. അപ്പം 2 ഷെഡ്യൂളുകളും
6 അധ്യായങ്ങളും 31 വകുപ്പുമുള്ള നിയമമാണ് 2005 വിവരാവകാശ നിയമം. ഇനി നമുക്ക് 6 അധ്യായങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം. 6 അധ്യായങ്ങളും ഓർഡറിൽ തന്നെ പഠിക്കണം. അപ്പോൾ അതിൽ നമ്മൾ ഏതൊരു നിയമം പഠിച്ചാലും അതിൻ്റെ ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രാരംഭികം അല്ലെങ്കിൽ പ്രിലിമിനറി ആയിരിക്കും. അതിൻ്റെ ലാസ്റ്റ് അധ്യായം എന്ന് പറയുന്നത് പലവക അല്ലെങ്കിൽ മിസലേനിയസ് ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഒന്നാമത്തെ അധ്യായം എന്ന് പറയുന്നത് പ്രാരംഭികമാണ്, 6ാമത്തെ അധ്യായം പലവകയാണ്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള എല്ലാ അധ്യായങ്ങളും കാണാതെ പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒന്നാമത്തെ അധ്യായം പ്രാരംഭികം, 2ാമത്തെ അധ്യായം വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അധ്യായമാണ് വിവരത്തിനുള്ള അവകാശം. അതായത് അവകാശമുള്ളത് പൊതുജനങ്ങൾക്കാണ്, നമുക്കാണ് അറിയാനുള്ള അവകാശമുള്ളത്. ആ വിവരങ്ങൾ നമുക്ക് നൽകാനുള്ളതാണ് പൊതു അധികാര സ്ഥാപനങ്ങൾ. പൊതു അധികാര സ്ഥാപനങ്ങളിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ അധികാര സ്ഥാപനങ്ങളുടെ കടമയെക്കുറിച്ചാണ് 2ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി 3ാമത്തെ അധ്യായവും 4ാമത്തെ അധ്യായവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3ലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, 4ല് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. അതായത് 2005 വിവരാവകാശ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നിയമത്തിന്റെ 3ാമത്തെ അധ്യായത്തിലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, 4ാമത്തെ അധ്യായത്തിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. ഇനി 5ല് വിവരാവകാശ കമ്മീഷനുകളുടെ അധികാരം, ചുമതല, പിഴ, അപ്പീല്. അതായത് അവരുടെ കമ്മീഷനുകളുടെ അധികാരങ്ങളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും ഒക്കെയാണ് 5ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 6ാമത്തെ അധ്യായം പലവക. അപ്പോൾ 6 അധ്യായങ്ങളും ഓർഡറിൽ തന്നെ പഠിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് 3ാമത്തെ അധ്യായവും 4ാമത്തെ അധ്യായവുമാണ്. 3ലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്, 4 സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നു. നല്ല പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം. 2005 വിവരാവകാശ നിയമത്തിന്റെ 3ാമത്തെ അധ്യായത്തിൽ 12ാമത്തെ വകുപ്പാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. അതുപോലെ 4ാമത്തെ അധ്യായത്തിൽ 15ാമത്തെ വകുപ്പാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ വിവരാവകാശ നിയമത്തിന് 2 ഷെഡ്യൂളുകളാണുള്ളത്. അപ്പോൾ അതിൽ 2 ഷെഡ്യൂൾ നമ്മൾ പഠിക്കണം. അതിൽ 1ാമത്തെ ഷെഡ്യൂളിലാണ് കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും സത്യപ്രതിജ്ഞയെക്കുറിച്ച് പറയുന്നത്. അതായത് ഓത്ത് ആൻഡ് അഫർമേഷൻ, അതാണ് 1ാമത്തെ പട്ടികയിൽ പറയുന്നത്. ഇനി 2ാമത്തെ പട്ടികയിൽ ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങൾ, അത് ഓർക്കണം. ഞാൻ ആദ്യമേ പറഞ്ഞു, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പൊതു അധികാര സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടാനുള്ള അവകാശമാണ് ഈ നിയമം നൽകുന്നത്. എങ്കിൽ പോലും നമുക്ക് എല്ലാ സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നും വിവരങ്ങൾ കിട്ടത്തില്ല. ഈ വിവരം ബാധകമല്ലാത്ത കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുന്ന പട്ടികയാണ് 2ാമത്തെ പട്ടിക. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അധ്യായങ്ങളിലോട്ടാണ്. നമ്മൾ പറഞ്ഞു 31 അധ്യായങ്ങളുള്ള വകുപ്പാണ് 2005 വിവരാവകാശ നിയമം. അതിൽ പ്രധാനപ്പെട്ട അധ്യായങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. അപ്പോൾ 1ാമത്തെ അധ്യായം, ഏതൊരു നിയമം എടുത്താലും അതിൻ്റെ 1ാമത്തെ അധ്യായം പ്രാരംഭികമായിരിക്കും. നിയമത്തിൻ്റെ പേരും ചുരുക്കപ്പേരും വ്യാപ്തിയും ഒക്കെ ആയിരിക്കും അവിടെ പറയുന്നത്. അപ്പോൾ അതുപോലെ 1ാമത്തെ അധ്യായം പ്രാരംഭികമാണ്, ചുരുക്കപ്പേരും വ്യാപ്തിയും. അതായത് ഈ നിയമത്തെ 2005 വിവരാവകാശ നിയമം എന്ന് പറയുന്നു. ഇന്ത്യ മുഴുവൻ ഈ ആക്ടിന് എന്തുണ്ട്, പ്രാബല്യമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് ഇന്ത്യ മുഴുവനും പ്രാബല്യമുണ്ട്. ഇനി 2ാമത്തെ സെക്ഷനിലാണ് നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഏത് നിയമം പഠിച്ചാലും ആ നിയമത്തിനുള്ളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ടേംസ് ഉണ്ടാവും. ആ ടേംസ് എന്താണെന്ന് വിശദമായിട്ട് എഴുതി വെച്ചേക്കുന്ന സെക്ഷനാണ് ഏത്, നിർവചനങ്ങൾ. അപ്പോൾ 2ാമത്തെ സെക്ഷനിലായിരിക്കും, 2ാമത്തെ സെക്ഷനിലാണ് നിർവചനങ്ങളെ കുറിച്ച് പറയുന്നത്. അതിൽ ABCD എന്നിങ്ങനെ നമ്പർ ഇട്ടായിരിക്കും ഓരോ ടേംസും ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. 2A സമുചിത സർക്കാർ അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് ആരാന്ന്. ഈ നിയമത്തിൽ പറയുന്ന അപ്രോപ്രിയേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സമുചിത സർക്കാർ ആരെന്ന് ഡിഫൈൻ ചെയ്തേക്കുന്നത് 2A. 2A പ്രകാരം 2 സർക്കാരാണ് ഇവിടെ സമുചിത സർക്കാരായിട്ട് വരുന്നത്. കേന്ദ്ര സർക്കാരും വരും, സംസ്ഥാന സർക്കാരും വരും. അത് എവിടെയൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഓർക്കാനുള്ളത്. അപ്പോൾ 2 സർക്കാരാണ് സമുചിത സർക്കാരായിട്ട് വരുന്നത്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. അപ്പോൾ 2 സർക്കാരാണ് ഇവിടെ സമുചിത സർക്കാരായിട്ട് വരുള്ളൂ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും. അപ്പോൾ അത് എവിടെയൊക്കെ വരുന്നെന്ന് നമ്മൾ ഓർക്കണം. ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്, രൂപീകരിച്ചിട്ടുള്ളതോ പ്രത്യക്ഷമായോ പരോക്ഷമായോ കേന്ദ്ര സർക്കാരിനായിട്ടുള്ള ഫണ്ടിനാലോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശത്താണെങ്കിലോ അവിടുത്തെ സമുചിത സർക്കാർ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ ആയിരിക്കും. അതൊരു സംസ്ഥാനത്തിന് കീഴിലാണെങ്കിൽ അത് സമുചിത സർക്കാർ സംസ്ഥാന സർക്കാരായിരിക്കും. നോക്കിക്കേ, ഒരു പൊതു അധികാര സ്ഥാനത്തെ സംബന്ധിച്ച് അത് സ്ഥാപിച്ചിട്ടുള്ളതോ രൂപീകരിച്ചിട്ടുള്ളതോ ഉടമസ്ഥതയിലുള്ളതോ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ഫണ്ടിനാൽ ഗണ്യമായ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിനാലോ കേന്ദ്ര ഭരണ പ്രദേശത്തിലാലോ ആണെങ്കിൽ കേന്ദ്ര സർക്കാരും
സംസ്ഥാന സർക്കാരിനാലാണെങ്കിൽ സംസ്ഥാന സർക്കാരും എന്നർത്ഥമാകുന്നു. ഇപ്പൊ സമുചിത സർക്കാർ കേന്ദ്ര സർക്കാരും വരും, സംസ്ഥാന സർക്കാരും വരും. അതെവിടെയാ വരുന്നതെന്ന് നമ്മൾ ഓർക്കണം. ഇനി 2E ക്ഷമതയുള്ള അധികാര സ്ഥാനം അല്ലെങ്കിൽ യോഗ്യത അധികാരി എന്ന് നമ്മൾ പറയും. യോഗ്യത അധികാരി അല്ലെങ്കിൽ ക്ഷമതയുള്ള അധികാര സ്ഥാനത്തെ ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് 2E. ക്ഷമതയുള്ള അധികാര സ്ഥാനം എന്ന് പറയുമ്പോൾ ഓരോ പൊതു അധികാര സ്ഥാപനത്തെ സംബന്ധിച്ചോ അവിടെ തീരുമാനം എടുക്കാനുള്ള അധികാരമാർക്കെന്നാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷമതയുള്ള അധികാര സ്ഥാനത്തിൽ ആരൊക്കെ വരുമെന്ന് ഓർക്കണം. സ്പീക്കർ ക്ഷമതയുള്ള അധികാരിയാണ്. ഏതൊക്കെ സ്ഥലത്താണ് സ്പീക്കർ വരുന്നതെന്ന് ഓർക്കണം. ലോകസഭയുടെയോ ഒരു സംസ്ഥാന നിയമസഭയുടെയോ അല്ലെങ്കിൽ അത്തരത്തിൽ നിയമസഭയുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശമാണെങ്കിൽ അവിടുത്തെ യോഗ്യതാ അധികാരി എന്ന് പറയുന്നത് സ്പീക്കർ ആയിരിക്കും. സ്പീക്കർ യോഗ്യതാ അധികാരി വരുന്ന 3 സ്ഥലങ്ങളാണുള്ളത്. ലോകസഭ, സംസ്ഥാന നിയമസഭ അല്ലെങ്കിൽ നിയമസഭയുള്ളൊരു കേന്ദ്രഭരണ പ്രദേശം. ഇനി ചെയർമാൻ യോഗ്യതാ അധികാരിയായിട്ട് വരുന്ന 2 സ്ഥലങ്ങളുണ്ട്. രാജ്യസഭയുടെയോ സംസ്ഥാന നിയമസഭാ കൗൺസിലിന്റെയോ സംഗതിയിൽ അവിടുത്തെ ചെയർമാൻ ആയിരിക്കും അവിടുത്തെ യോഗ്യതാ അധികാരി എന്ന് പറയുന്നത്. ഇനി സുപ്രീം കോടതിയുടെ സംഗതിയിൽ ചീഫ് ജസ്റ്റിസും ഹൈക്കോടതിയുടെ സംഗതിയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും. അപ്പൊ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും യോഗ്യതാ അധികാരിയായിട്ട് വരും. സുപ്രീം കോടതിയിലാണെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതിയിലാണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി ഗവർണറും പ്രസിഡന്റും യോഗ്യതാ അധികാരിയായി വരുന്നത് എവിടെയാന്ന് നോക്കാം. ഗവർണറും ഉണ്ട്, രാഷ്ട്രപതിയും ഉണ്ട്. ഭരണഘടനയാലോ അതിന്റെ കീഴിലോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ മറ്റധികാര സ്ഥാപനങ്ങളുടെ സംഗതിയിൽ രാഷ്ട്രപതി അല്ലെങ്കിൽ ഗവർണർ. അപ്പൊ ഭരണഘടനാ സ്ഥാപനമാണെങ്കിൽ കേന്ദ്രത്തിൽ രാഷ്ട്രപതി വരും, സംസ്ഥാനങ്ങളിൽ ഗവർണർ വരും എന്നുള്ള കാര്യം ഓർക്കണം. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അഡ്മിനിസ്ട്രേറ്റർ എവിടെയാണ് യോഗ്യതാ അധികാരിയായിട്ട് വരുന്നതെന്നാണ്. അഡ്മിനിസ്ട്രേറ്റർ ഉള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ യോഗ്യതാ അധികാരി ആരാന്ന് ചോദിച്ചാൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അഡ്മിനിസ്ട്രേറ്ററിന്റെ ആർട്ടിക്കിൾ ഒന്ന് ഓർക്കുക. 239 അഡ്മിനിസ്ട്രേറ്ററെ കുറിച്ച് പറയുന്നത്. അപ്പൊ അത്രയാണ് യോഗ്യതാ അധികാരി. ഇനി അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് വിവരം. ഈ നിയമപ്രകാരം എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്? വിവരങ്ങൾ അറിയാനുള്ള നിയമമാണല്ലോ. അപ്പൊ എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് ഈ നിയമപ്രകാരം ലഭിക്കുന്നത്? ആ വിവരത്തെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുന്ന സെക്ഷനാണ് 2F അടക്കം ആ നമ്പർ അടക്കം നമ്മൾ പഠിക്കണം. വിവരത്തെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് 2F, വിവരം അല്ലെങ്കിൽ ഇൻഫർമേഷൻ. അപ്പൊ ഇൻഫർമേഷനിൽ നിന്ന് F ഓർക്കണം. 2F വിവരത്തെക്കുറിച്ച് പറയുന്നത്. അതായത് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കൊരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത്. സെക്ഷൻ 2(1)(f) പ്രകാരം എന്തൊക്കെ വിവരങ്ങളാണ് നമുക്കൊരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത്? ഈ പറഞ്ഞേക്കുന്ന ഓരോ വാക്കുകൾ നമ്മൾ പഠിക്കണം. എല്ലാം പരീക്ഷയ്ക്ക് ഓരോ വാക്കായിട്ട് എടുത്തെടുത്ത് ചോദിക്കും. അപ്പോൾ ഇതൊക്കെയാണ് എന്തൊക്കെ വിവരങ്ങൾ നമുക്കൊരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുമെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വിവരം എന്നാൽ രേഖകൾ വരും, പ്രമാണം വരും, മെമ്മോ വരും, ഇമെയിൽ, അഭിപ്രായം, ഉപദേശം, പത്രപ്രസ്താവന, സർക്കുലർ, ലോഗ് ബുക്ക്, കോൺട്രാക്റ്റുകളും, റിപ്പോർട്ട്, പേപ്പർ, സാമ്പിള്, മോഡല്, ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡേറ്റാ മെറ്റീരിയലും തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാരി സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്ന വിവരവും ഉൾപ്പെടും. ഇപ്പൊ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇതിൽ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ള ഇത് 3 ഓർക്കണം. അഭിപ്രായം, ഉപദേശം, പത്രപ്രസ്താവന. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് അഭിപ്രായം വിവരത്തിന് കീഴിൽ വരും എന്ന് ചോദിച്ചാൽ നമുക്ക് ഡൗട്ട് വരരുത്. അപ്പൊ അഭിപ്രായം ഓർക്കണം, ഉപദേശം ഓർക്കണം, പത്രപ്രസ്താവന ഓർക്കണം. അതുപോലെ സാമ്പിളുകളും മോഡലുകളും ഓരോ വാക്കുകളായിട്ട് എടുത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാം. സാമ്പിളുകൾ വരും, മോഡലുകൾ വരും. ഇപ്പോൾ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സ്ഥാപനം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു കേര വെളിച്ചെണ്ണ ഒരു കേരള സർക്കാർ സ്ഥാപനമാണല്ലോ. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മായം ഉണ്ടെന്നോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടുന്ന് സാമ്പിളുകൾ എടുക്കാൻ പറ്റും. അപ്പോൾ വിവരം എന്നുള്ള ഹെഡിനകത്ത് ഏതൊക്കെ വരും എന്ന് ഓർക്കണം. സാമ്പിളുകൾ വരും, മോഡലുകൾ വരും, അഭിപ്രായം, ഉപദേശം, പത്രപ്രസ്താവന, അതുപോലെ ഏതെങ്കിലും ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡേറ്റാ മെറ്റീരിയൽ അത് ഓർക്കണം. ഇതെല്ലാം പ്രീവിയസ് ആണ്. ഇതേ സ്റ്റേറ്റ്മെന്റ് മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് രൂപത്തിൽ വിവരം ഏത് രൂപത്തിലും നിലനിൽക്കും എന്നാണ് പറയുന്നത്. അത് പേപ്പർ തന്നെ ആവണമെന്നില്ല. ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡേറ്റാ മെറ്റീരിയലുകളും. അതുപോലെ അടുത്ത് പറയുന്ന സെന്റൻസ് ശ്രദ്ധിക്കണം. തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളെ സംബന്ധിക്കുന്ന വിവരവും എവിടെ വരും? വിവരം എന്നുള്ള ഹെഡിനകത്ത് വരും. നമ്മൾ ആദ്യമേ പറഞ്ഞു നമുക്ക് ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ വിവരങ്ങളാണ് കിട്ടുന്നതെന്ന്. എന്നാൽ വിവരം എന്നുള്ള ഹെഡിനകത്ത് ആരെക്കുറിച്ചും പറയുന്നുണ്ട്? ഏതെങ്കിലും ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരവും വരും. ഇതേ സെന്റൻസ് മുമ്പ് പരീക്ഷയ്ക്ക് ഇത് തന്നെ പരീക്ഷയ്ക്ക് ഓപ്ഷനായിട്ട് ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുപോലെ കാണാതെ പഠിക്കണം. ഏതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന ഏതെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരവും വരും. സാധാരണ നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരാവകാശം കൊടുക്കാൻ പറ്റില്ല. എന്നാൽ
നമുക്ക് ഒരു പൊതു അധികാരിക്ക് പ്രാപ്യമാക്കാൻ കഴിയുന്ന, അത് പൊതു താല്പര്യമൊക്കെ വരുമ്പോഴാണ് സാധാരണ നമുക്ക് സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരം, അതായത് ഒരാൾ ഒറ്റയ്ക്ക് പോയി ചോദിച്ചാൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരം കിട്ടത്തില്ല. ഒരു കോമൺ ആയിട്ട് ഒരു പൊതു താല്പര്യം അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് വരുമ്പോൾ ആ സമയത്ത് നമുക്ക് ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരം എന്നുള്ള ഹെഡിനകത്ത് വരും. അപ്പം ഇതിനകത്ത് നിന്നൊരു വാക്ക് പോലും വിടരുത്, കാണാതെ പഠിക്കണം. അപ്പം അതിൽ മറന്നു പോകാൻ സാധ്യതയുള്ള അഭിപ്രായം, ഉപദേശം, പത്രപ്രസ്താവന, സാമ്പിള്, മോഡല്, ഇലക്ട്രോണിക് രൂപത്തിൽ വെച്ചിട്ടുള്ള ഡേറ്റ മെറ്റീരിയൽ, തത്സമയം പ്രാബല്യത്തിലുള്ള മറ്റേതെങ്കിലും നിയമത്തിന് കീഴിൽ ഒരു പൊതു അധികാര സ്ഥാനത്തിന് പ്രാപ്യമാക്കാൻ കഴിയുന്ന സ്വകാര്യ സ്ഥാപനങ്ങളുടെ വിവരവും ഉൾപ്പെടെ ഏതു രൂപത്തിലുള്ള വിവരം എന്നുള്ള ഹെഡിനകത്ത് വരും. ഇപ്പം ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് 2F. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത സെക്ഷനാണ് 2H. 2F പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് 2H. 2H-ലാണ് പൊതു അധികാരി അല്ലെങ്കിൽ പബ്ലിക് അതോറിറ്റി. നമ്മൾ പറഞ്ഞു പൊതു അധികാര സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്നാണ് നമുക്ക് വിവരം കിട്ടുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെ സ്ഥാപനങ്ങൾ, എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് പൊതു അധികാരി എന്നാണ്, ആരുടെയൊക്കെ കയ്യിൽ നിന്നാണ് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് വിവരം കിട്ടുന്നത്, അതാണ് പൊതു അധികാരി. അല്ലെങ്കിൽ പൊതു അധികാരി എന്ന് പറയുമ്പോൾ ഒരു പൊതു അധികാര സ്ഥാപനം, അങ്ങനെ നിങ്ങൾ ഓർക്കണം. പൊതു അധികാരി എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, അതൊരു സ്ഥാപനമാണ്. പൊതു അധികാര സ്ഥാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതും ഒരു ലൈൻ പോലും വിടാതെ കാണാതെ പഠിക്കണം. മുമ്പ് പരീക്ഷയ്ക്ക് ഇവിടെ നിന്നൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ധാരാളം നല്ല റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഏരിയയാണ്. നമ്മൾ നോക്കിക്കേ, 3 രീതിയിൽ രൂപീകരിച്ച സ്ഥാപനങ്ങളാണ് പൊതു അധികാര സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമോ പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്നതോ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതോ ആയ എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാരികളാണ് അല്ലെങ്കിൽ പൊതു അധികാര സ്ഥാപനങ്ങളാണ്. അപ്പം 3 രീതിയിൽ രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരമോ പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ നിർമ്മിച്ച നിയമം വഴിയോ സർക്കാർ വിജ്ഞാപനം വഴിയോ നിലവിൽ വന്ന എല്ലാ സ്ഥാപനങ്ങളും പൊതു അധികാര സ്ഥാപനങ്ങളാണ്. നമുക്ക് നോക്കാം, ഭരണഘടനാ പ്രകാരം രൂപീകരിച്ച സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇലക്ഷൻ കമ്മീഷനുണ്ട്, UPSC ഉണ്ട്, PSC ഉണ്ട്, അങ്ങനെയുള്ള CAG, അറ്റോർണി ജനറൽ, അങ്ങനെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പറഞ്ഞിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ. അങ്ങനെയുള്ള എല്ലാ സ്ഥാപനങ്ങളും വരും. അതുപോലെ തന്നെ പാർലമെന്റോ സംസ്ഥാന നിയമസഭകളോ രൂപീകരിച്ച നിയമം വഴിയാണ് നമ്മൾ പഠിക്കുന്ന വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ, ഇങ്ങനെയുള്ള നിയമം വഴി രൂപീകരിച്ച എല്ലാ സ്ഥാപനങ്ങളും ആരാണ്? പൊതു അധികാരികളാണ്. അതുകൂടാതെ സർക്കാർ വിജ്ഞാപനം വഴി നിലവിൽ വന്ന സ്ഥാപനങ്ങളും വരും. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന സർക്കാർ നോട്ടിഫിക്കേഷൻ വഴി ഒരുപാട് സ്ഥാപനങ്ങൾ രൂപീകരിക്കും. നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷൻ, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെല്ലാം സർക്കാർ വിജ്ഞാപനം വഴി രൂപീകരിച്ച സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഈ 3 സ്ഥാപനങ്ങളുമാണ് ഇവിടെ വരുന്നത് പൊതു അധികാര സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന ഹെഡിനകത്ത് വരുന്നത്. തീർന്നില്ല, അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതോ നിയന്ത്രണത്തിലുള്ളതോ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതോ ആയ സർക്കാർ ഇതര സ്ഥാപനങ്ങളും പൊതു അധികാരി എന്ന നിർവചനത്തിനുള്ളിൽ വരും. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 3 രീതിയിലുള്ള സ്ഥാപനങ്ങളാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ളതാകാം, സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ളതോ സർക്കാരിൽ നിന്ന് ധനസഹായം ലഭിക്കുന്നതോ ആയ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ. അതായത് ഓർഗനൈസേഷൻസ് ഓൺഡ്, കൺട്രോൾഡ് ആൻഡ് ഫണ്ടഡ് ബൈ ഗവൺമെന്റ്. ഓൺഡ്, കൺട്രോൾഡ് ആൻഡ് ഫണ്ടഡ് ബൈ ഗവൺമെന്റ്, അവരും ആരാണ്? പൊതു അധികാര സ്ഥാപനങ്ങൾ ആണ്. ഇപ്പൊ 2H എന്നുള്ളത് അതുപോലെ അങ്ങ് കാണാതെ പഠിക്കണം. ഒരു ലൈൻ പോലും വിടാതെ ഇതുപോലെ കാണാതെ പഠിക്കണം. ഇനി അടുത്ത് നോക്കി, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന സെക്ഷനാണ് 2I-ലാണ്. 2I-ലെ രേഖ എന്താണെന്നാണ് നിർവചിച്ചിരിക്കുന്നത്. കാണാതെ ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, വായിച്ചു വെച്ചാൽ മതി. ഒരു സ്ഥാപനത്തിൽ എങ്ങനെയാണ് വിവരങ്ങൾ നിലനിൽക്കുന്നത്, ഏത് രൂപത്തിലാണ് വിവരങ്ങൾ നിലനിൽക്കുന്നത്, അതാണ് രേഖ എന്ന് പറയുന്നത്. അതായത് ഏതൊരു പ്രമാണത്തിന്റെ കയ്യെഴുത്തു പ്രതി വരാം, അതിന്റെ കയ്യെഴുത്തു പ്രതി ഫയല് മൈക്രോഫിലിമിലോ മൈക്രോഫിഷിലോ ഉള്ള പ്രമാണത്തിന് ശരിപ്പകർപ്പ്, അതായത് ഏത് ഫോർമാറ്റിൽ, മൈക്രോ എന്ന് വെച്ചാൽ വളരെ മിനി ഫോർമാറ്റിൽ വെച്ചേക്കുന്നതായിരിക്കാം, അല്ലാത്ത വിവരങ്ങളായിരിക്കാം. അത്തരത്തിലുള്ള മൈക്രോഫിലിമിൽ അത് വലുതായാലും ഇല്ലെങ്കിലും ആലേഖനം ചെയ്ത പ്രതിച്ഛായ അല്ലെങ്കിൽ പ്രതിച്ഛായയുടെ ഏതൊരു പുനരാവിഷ്കരണം, അപ്പം അതിൻ്റെ കോപ്പിയോ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷനോ അതെല്ലാം എവിടെ വരും? വിവരത്തിനുള്ളിൽ അല്ലെങ്കിൽ രേഖയ്ക്കുള്ളിൽ വരും. അതുപോലെ കമ്പ്യൂട്ടറിലോ മറ്റേതെങ്കിലും ഉപകരണത്താലോ നിർമ്മിക്കപ്പെട്ട മറ്റേതെങ്കിലും വസ്തു ആകുന്നു. ഇപ്പം രേഖയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, 2I-ൽ പറയുന്നത്. രേഖ എന്താണെന്നുള്ളതൊന്ന് വായിച്ചു വെക്കുക, ഏതൊക്കെ രൂപത്തിലാണ് വിവരങ്ങൾ നിലനിൽക്കുന്നത്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന വകുപ്പാണ് 2J. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2F, 2H, 2J, ഇത് 3ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വകുപ്പ്. 2J-ലാണ് എന്താണ് വിവര അവകാശം. ഈ നിയമപ്രകാരം നമുക്ക് വിവരാവകാശം നൽകുന്ന നിയമമല്ലേ, അപ്പൊ എന്തൊക്കെ അവകാശങ്ങളാണ് ഒരു പൗരന് ഈ നിയമപ്രകാരം നൽകുന്നതെന്ന് പറയുന്ന വകുപ്പാണ് 2J-ക്കകത്ത്
പറയുന്നത്. നോക്കിയേ 2J പ്രകാരം നമുക്ക് 4 അവകാശങ്ങളാണ് ഉള്ളത്. 4ഉം അതുപോലെ അങ്ങ് കാണാതെ പഠിക്കണം. ഇപ്പൊ 2J പ്രകാരം നമുക്ക് ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും പരിശോധിക്കാനുള്ള അവകാശം ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ അവകാശം എന്താണ്? നമുക്ക് നേരിട്ട് പോയി പരിശോധിക്കാം. ഇപ്പൊ നേരിട്ട് പോയി പരിശോധിക്കാനുള്ള അവകാശം വിവരാവകാശ നിയമം നൽകുന്നുണ്ട്. അതാണ് രജിസ്റ്ററുകൾ, ഫയലുകൾ ഉൾപ്പെടെ എല്ലാ രേഖകളും നമുക്ക് നേരിട്ട് പോയി പരിശോധിക്കാം. എടുത്ത് നോക്കിക്കേ, അവയുടെ പ്രസിദ്ധ ഭാഗങ്ങൾ ലഭിക്കുന്നതിനോ എഴുതി കിട്ടുന്നതിനോ അഥവാ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ലഭിക്കുന്നതിനോ ഉള്ള അവകാശം. ഇപ്പൊ നമ്മളിങ്ങനെ ഓർത്താൽ മതി, പഴയ സ്ഥാപനങ്ങളില്ലേ, പണ്ട് കാലത്തെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആകുന്നതിന് മുമ്പ് പേപ്പറിലാണല്ലോ വെച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഫയലുകളിൽ നിന്ന് വിവരങ്ങൾ എഴുതി കിട്ടുന്നതിനോ അതിന്റെ സർട്ടിഫൈഡ് കോപ്പികൾ, സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ ലഭിക്കുന്നതിനോ ഉള്ള അവകാശമുണ്ട്. ഇനി 3 നോക്കിക്കേ, അവയുടെ കമ്പ്യൂട്ടർ പ്രിന്റുകളോ അവയുടെ CD, ഫ്ലോപ്പി മറ്റ് ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിക്കുന്നതിനോ ഉള്ള അവകാശം. അതായത് ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടാണ് വിവരങ്ങൾ സൂക്ഷിക്കുന്നതെങ്കിൽ അവയുടെ കമ്പ്യൂട്ടർ പ്രിന്റുകളോ CD, ഫ്ലോപ്പി മറ്റ് ഇലക്ട്രോണിക് രൂപത്തിലോ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള അവകാശം. അടുത്ത് നോക്കിക്കേ, പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ ലഭിക്കുന്നതിനുള്ള അവകാശം. നമ്മൾ നേരത്തെ വിവരത്തിൽ പറഞ്ഞു, സാമ്പിള് മോഡൽ എല്ലാം വിവരത്തിനകത്ത് വരും എന്ന് പറഞ്ഞു. അപ്പോൾ പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ ലഭിക്കുന്നതിനുള്ള അവകാശം. അപ്പോൾ 4 അവകാശങ്ങളാണുള്ളത്. 4ഉം അതുപോലെ തന്നെ പഠിക്കണം, പ്രീവിയസ് ആണ്. ഫയലുകൾ, രജിസ്റ്ററുകൾ ഉൾപ്പെടെ എല്ലാ രേഖകളും പരിശോധിക്കാം. അവയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളോ എഴുതി കിട്ടുന്നതിനോ ഉള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അവയുടെ കമ്പ്യൂട്ടർ CD, ഫ്ലോപ്പി മറ്റ് ഇലക്ട്രോണിക് രൂപത്തിൽ ലഭിക്കുന്നതിനുള്ള അവകാശമുണ്ട്. പദാർത്ഥങ്ങളുടെ സാമ്പിളുകൾ ലഭിക്കുന്നതിനുള്ള അവകാശം ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞേക്കുന്നത്. 2J പ്രകാരം ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള വിവരങ്ങളുടെ പകർപ്പുകൾ, ഫോട്ടോകോപ്പി അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഫ്ലോപ്പി, CD അല്ലെങ്കിൽ പ്രിന്റ് ഔട്ട് വഴിയോ ലഭിക്കുന്നതിനും പകർപ്പെടുക്കുന്നത് കൂടാതെ അവ നേരിൽ പരിശോധിക്കുന്നതിനും വസ്തുക്കളുടെ സാമ്പിളുകൾ ലഭിക്കുന്നതിനുള്ള അപേക്ഷകനുള്ള അവകാശമാണ് വിവരാവകാശം. അപ്പൊ ഇതിങ്ങനെ 4 പോയിന്റ് കാണാതെ അതുപോലെ അങ്ങ് കാണാതെ പഠിക്കണം. അപ്പൊ നിർവചനങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഒന്നാമത്തെ വകുപ്പ് പറഞ്ഞു, രണ്ടാമത്തെ വകുപ്പിൽ നിർവചനങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി 3ാമത്തെ വകുപ്പിലാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന 3ാമത്തെ വകുപ്പാണ്. അതായത് ഈ ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ പൗരന്മാർക്കും വിവരത്തിനുള്ള അവകാശം ഉണ്ടെന്ന് പറയുന്ന വകുപ്പാണ് 3ാമത്തെ വകുപ്പ്. എല്ലാ പൗരന്മാർക്കും, അതായത് ഞാൻ പോയി ചോദിച്ചാലും നിങ്ങൾ പോയി ചോദിച്ചാലും ഇന്ത്യയിലെ ഏതൊരു പൗരനാണെങ്കിലും ഈ നിയമപ്രകാരം വിവരാവകാശത്തിനുള്ള അവകാശമുണ്ട്. അവകാശം നൽകുന്ന വകുപ്പാണ് 3ാമത്തെ വകുപ്പ്. ഈ നിയമത്തിന്റെ തന്നെ ആത്മാവെന്നറിയപ്പെടുന്ന വകുപ്പ് ഇതാണ് 3ാമത്തെ വകുപ്പ്. കാരണം ആർക്ക് ചോദിച്ചാലും എന്ത് കിട്ടും? വിവരം കിട്ടും. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന വകുപ്പ് 4ാമത്തെ വകുപ്പാണ്. 4ാമത്തെ വകുപ്പിലാണ് പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമയെക്കുറിച്ച് പറയുന്നത്. പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമ, അതായത് ഈ നിയമപ്രകാരം എല്ലാ പൊതു അധികാര സ്ഥാപനങ്ങളും അവരുടെ കൈവശമുള്ള രേഖകൾ പട്ടിക തിരിച്ച് സൂചികളാക്കി വെക്കണമെന്നും കഴിയാവുന്നിടത്തോളം അത് കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്നും പിന്നെ ഓരോ സ്ഥാപനത്തിലെയും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമയ്ക്കകത്ത് വരുന്നത്. നോക്കി, ഇനി അടുത്ത് 5ാമത്തെ വകുപ്പാണ്. 5ാമത്തെ വകുപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5ാമത്തെ വകുപ്പിലാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നത്. അതായത് ഈ നിയമപ്രകാരം നമുക്ക് വിവരം തരാൻ ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയാണ് ആര്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അപ്പോൾ ആദ്യമേ നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് ഓർക്കണം, അതൊരു പുതിയ തസ്തികയൊന്നുമല്ല. ഓരോ പൊതു അധികാര സ്ഥാപനവും അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് ആരായിട്ട് നിയമിക്കുന്നത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നത്. ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ളതും നമുക്ക് വിവരം തരാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ PIO. അതായത് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ട്, സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും ഉണ്ട്. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ വരുന്ന സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇനി സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുമ്പോൾ കേന്ദ്ര വകുപ്പുകൾ, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് സെൻട്രൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഇപ്പോൾ ഓരോ സംസ്ഥാനത്തിനും ഓരോ സ്ഥാപനത്തിനും ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. ഓക്കെ, പബ്ലിക് അതോറിറ്റി അപേക്ഷകനും തമ്മിലുള്ള പ്രധാന കണ്ണിയാണ് PIO. ഈ നിയമത്തിന്റെ ലക്ഷ്യപ്രാപ്തി PIOമാരുടെ കാര്യക്ഷമതയിലാണ് നിലകൊള്ളുന്നത്. ഓരോ ഓഫീസിലെ PIOയ്ക്കും ആ ഓഫീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകാനുള്ള അധികാരമാണ് ഉള്ളത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നമ്മൾ ഓർത്തു വെക്കണം. ഓരോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും ആ ഒരു ഓഫീസിലെ കുറിച്ച് ഉള്ള വിവരങ്ങൾ നൽകാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ സ്കൂളിൽ കൊടുക്കേണ്ട ഒരു അപേക്ഷ ഉണ്ട്, വിവരാവകാശ നിയമപ്രകാരം സ്കൂളിൽ കൊടുക്കേണ്ട അപേക്ഷ ഉണ്ട്, ഹോസ്പിറ്റലിൽ കൊടുത്താൽ അവർ മേടിക്കത്തില്ല. അപ്പോൾ ഓരോ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കും ആ ഓഫീസിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ നൽകാനുള്ള അധികാരം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ഓരോ ലൈനും എടുത്തിട്ട് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാം, അതുകൊണ്ട് അത് ഓർക്കണം. ഓക്കെ, വിവരാവകാശ നിയമപ്രകാരം ഒരു അപേക്ഷകന് വിവരങ്ങൾ നൽകാൻ നിയമപരമായി ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അത് എക്സാമ്പിളാണ് പറഞ്ഞേക്കുന്നത്, സംസ്ഥാനത്തിന്റെ കാര്യമാണ്. സംസ്ഥാനത്തിലാണെങ്കിൽ വിവരം നൽകാൻ നിയമപരമായിട്ട് ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. ഉദാഹരണം, ഇപ്പോൾ നമ്മളൊരു വില്ലേജ് ഓഫീസിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്
ആരായിരിക്കും അവിടുത്തെ പൊതുവിവരാവകാശ അധികാരി. ഇപ്പോൾ വില്ലേജ് ഓഫീസൊക്കെ എടുക്കുകയാണെങ്കിൽ വില്ലേജ് ഓഫീസർ ആയിരിക്കും അവിടുത്തെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അത് പൊതു അധികാര സ്ഥാപനമാണ് ആ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത്. പുതിയ തസ്തികയല്ല, അവിടെ ഉള്ള ഒരു ഓഫീസറെ തന്നെ ആരായിട്ട് നിയമിക്കും? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിക്കും. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരുടെ നിയമനം, ഈ നിയമം നിലവിൽ വന്ന് എത്ര ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ദിവസത്തിനുള്ളിലാണ് കേട്ടോ. ഈ നിയമം നിലവിൽ വന്ന് 100 ദിവസത്തിനുള്ളിൽ, അതായത് നിയമം നിലവിൽ വരുന്നത് 2005 ഒക്ടോബർ 12-ാം തീയതിയാണ്. അത് കഴിഞ്ഞ് 100 ദിവസത്തിനുള്ളിൽ, ഒക്ടോബർ 12 കഴിഞ്ഞ് വരുന്ന 100 ദിവസത്തിനുള്ളിൽ ഓരോ പൊതു അധികാര സ്ഥാപനങ്ങളും പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണമെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിയമത്തിന്റെ 5-ാമത്തെ വകുപ്പിലാണ് അതിനെക്കുറിച്ച് പറഞ്ഞേക്കുന്നത്. 5-ലാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നത്. അതിൽ 5-1 എന്താണ് പറയുന്നത്? ഓരോ പൊതു അധികാര സ്ഥാപനങ്ങളും 100 ദിവസത്തിനകം, നിയമം നിലവിൽ വന്ന് 100 ദിവസത്തിനകം ആരെ നിയമിക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണം. പൊതു അധികാര സ്ഥാപനമാണ് നിയമിക്കേണ്ടത്. ഏത് സ്ഥാപനമാണോ ആ സ്ഥാപനമാണ് നിയമിക്കാനുള്ള, അല്ലാതെ ഗവൺമെന്റ് ഒന്നും അല്ല നിയമിക്കുന്നത്. ഓരോ സ്ഥാപനവും ആ സ്ഥാപനത്തിലെ ഒരു ഉദ്യോഗസ്ഥനെ ആരായിട്ട് നിയമിക്കുന്നു? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് നിയമിക്കുന്നു. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് നമുക്ക് വിവരം നൽകാനുള്ളതും നമ്മൾ അപേക്ഷ കൊടുക്കാനുള്ളതും എല്ലാം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആണ്. നോക്കിക്കേ, 100 ദിവസത്തിനകം സബ് ഡിവിഷൻ തലത്തിലോ ഉപജില്ലാ തലത്തിലോ കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയോ സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണമെന്നും നിയമത്തിൽ പറയുന്നുണ്ട്. 5-ൽ 2-ാമത്തെ സെക്ഷനിലാണ് കേട്ടോ അത് പറയുന്നത്. 5-ൽ 1 നമ്മൾ പറഞ്ഞത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കണമെന്നാണ്. നിയമത്തിന്റെ 5-ൽ 2-ാമത്തെ സെക്ഷനിൽ പറയുന്നുണ്ട് 100 ദിവസത്തിനകം സബ് ഡിവിഷൻ തലത്തിലോ ഉപജില്ലാ തലത്തിലോ കേന്ദ്ര അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും സംസ്ഥാന അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും നിയമിക്കണം. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കുന്നത്. അല്ലാതെ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ സഹായി അല്ല അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. അയാൾ ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ആരെ നിയമിക്കും? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ നിയമിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് നിയമപരമായിട്ട് വിവരം തരാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥനാണ് ആര്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ എന്നേ പറഞ്ഞോളൂ. അവിടെ നമ്മൾ അസിസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞില്ല. അതായത് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നമുക്ക് വിവരം നൽകത്തില്ല. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അപേക്ഷ മേടിക്കും. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഇല്ലാത്ത സ്ഥലങ്ങളിലായിരിക്കും ഉള്ളത്. അവിടെ നിന്ന് അപേക്ഷ മേടിച്ച് 5 ദിവസത്തിനുള്ളിൽ ആർക്ക് കൊടുക്കണം? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് കൊടുക്കണം. അതുപോലെ അപ്പീലിനുള്ള അപേക്ഷ മേടിക്കുക. ഈ 2 ചുമതലയാണ് പ്രധാനമായിട്ട് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് വരുന്നത്. അപേക്ഷ മേടിക്കുക, അപ്പീലിനുള്ള അപേക്ഷ മേടിക്കുക. അല്ലാതെ വിവരം തരാൻ ആർക്ക് ബാധ്യതയില്ല? അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ബാധ്യതയില്ല. വിവരം തരാൻ ബാധ്യത ആർക്ക് മാത്രമേ ഉള്ളൂ? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കണം. അപ്പൊ 5-ൽ 2 പറയുന്നത് 100 ദിവസം. 100 ദിവസം ഒന്ന് ഓർത്ത് വെക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം എത്ര ദിവസത്തിനുള്ളിലാണ് നിയമിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ 100 ദിവസത്തിനുള്ളിലാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെയും നിയമിക്കാനുള്ളത് 100 ദിവസത്തിനുള്ളിലാണ്. ഇനി അടുത്ത സെക്ഷൻ നോക്കിക്കേ, 5-ൽ 4-ലാണ് ഓരോ കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അല്ലെങ്കിൽ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറും അവരുടെ ശരിയായ കർത്തവ്യങ്ങളുടെ നിർവഹണത്തിന് വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമെന്ന് കരുതുന്ന പക്ഷം മറ്റുദ്യോഗസ്ഥരുടെ സഹായം തേടാം. 5-ൽ 4 ഓർക്കണം. ഇപ്പോൾ ഇവർക്ക് നമുക്ക് സാധാരണ ഈ നിയമപ്രകാരം 20 വർഷം വരെയുള്ള വിവരമാണ് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും വിവരമൊന്നും അവർക്ക് വേറെ ഉദ്യോഗസ്ഥർ, അവർക്ക് വേറെ ജോലി ഉണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഇത് നൽകാൻ പറ്റിയില്ലെങ്കിലും എന്ത് ചെയ്യാം? അവർക്ക് മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം തേടാം. അവരുടെ ഓഫീസിൽ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം തേടാം എന്ന് പറയുന്ന വകുപ്പാണ് 5-ൽ 4-നകത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ 5-ൽ 5-ആണ്. അപ്പോൾ 5-ൽ 4-ന്റെ കണ്ടിന്യൂഷനാണ് 5-ൽ 5. 5-ൽ 4 നമ്മൾ പറഞ്ഞത് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആ ഓഫീസിലെ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ സഹായം തേടുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥൻ സഹായം കൊടുത്തില്ല എങ്കിൽ അവർക്ക് ശിക്ഷാ നടപടി ഉണ്ടെന്നാണ് പറയുന്നത്. നോക്കിയ പ്രസ്തുത ഉദ്യോഗസ്ഥൻ കൃത്യമായി വിവരം നൽകുവാൻ പരാജയപ്പെടുന്ന പക്ഷം കേന്ദ്ര പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറായോ കണക്കിലെടുത്ത് ശിക്ഷിക്കുവാൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. അതായത് ഇവിടെ നമ്മൾ പറയുന്ന ഉദ്യോഗസ്ഥൻ സഹായം തേടുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യമാണ് പറയുന്നത്. സഹായം തേടുമ്പോൾ അവർ കൊടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ എന്തുണ്ട്? ശിക്ഷാ നടപടി. ആരാണോ സഹായം കൊടുക്കാത്ത ആ ഉദ്യോഗസ്ഥൻ, അതായത് 5-4 പറയുന്ന ആരുടെ സഹായമാണോ തേടുന്നത് ആ ഉദ്യോഗസ്ഥൻ, സഹായം തേടുന്ന ഉദ്യോഗസ്ഥൻ കൊടുത്തില്ലെങ്കിൽ അവർക്ക് ശിക്ഷാ നടപടികൾ എടുക്കാനുള്ള അധികാരം, അവർക്കെതിരെ ശിക്ഷാ നടപടികൾ എടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? വിവരാവകാശ കമ്മീഷന് ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ 5-ാമത്തെ സെക്ഷൻ. 5-ലാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ കുറിച്ച് പറയുന്നത്.